സമിതിയിൽ ഇത്തവണയും ചെന്നിത്തലാജി ഇല്ല. മൂപ്പരിപ്പോഴും സ്ഥിരം ക്ഷണിതാവ് തന്നെ. അതായത് 19 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ പദവി തന്നെയാണ് ഇപ്പോഴും കിട്ടിയേക്കുന്നത്. ഇത്രയും സീനിയോറിറ്റി ഉണ്ടായിട്ടും പാവം ചെന്നിത്തലാജിയുടെ ഒരു അവസ്ഥയെ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഇപ്പം നമ്മൾ കണ്ടതുപോലെ ട്രോളുകളും സറ്റയർ പ്രോഗ്രാമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് കൂരായണത്തിൻ്റെ ക്രിസ്മസ് ആഘോഷം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും നമുക്കൊപ്പമുണ്ട്. സർ, സ്വാഗതം. ഞാനിപ്പോൾ എന്താ വിളിക്കുക? ഞാൻ സാറിന് വിളിക്കണോ, ചേട്ടന് വിളിക്കണോ? കൂരായണത്തിൽ ഞാൻ ചെന്നിത്തലാജി എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നിട്ട് വിളിക്കണ്ട, എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി. എന്ത് വേണേലും വിളിക്കാം, ഇഷ്ടംപോലെ വിളിച്ചു. എന്ത് വേണേലും വിളിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ എവിടെയായി, എന്തായി? ക്രിസ്മസ് ഒക്കെ എവിടം വരെ എത്തി? ക്രിസ്മസ് നമ്മളെല്ലാവരും കുടുംബസഹിതം ആഘോഷിക്കാനുള്ള പരിപാടിയിലാണ്. മൂത്ത മകനാണ് രോഹിത്. പുള്ളി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് ഇന്നും ഡ്യൂട്ടി ഉണ്ട്, വൈകിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കാനുള്ളതാണ് ലക്ഷ്യം. നോർമലി എങ്ങനെയാണ്, ഫാമിലി ആയിട്ടാണോ ക്രിസ്മസ് ആഘോഷിക്കുക? കാരണം ഈ ബർത്ത്ഡേ ഒക്കെ, പിറന്നാളൊക്കെ ആദിവാസി ഊരുകളിലൊക്കെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ന്യൂ ഇയർ എല്ലാ ജനുവരി 1-ാം തീയതിയും ഞാൻ ഏതെങ്കിലും പട്ടികജാതി കോളനിയിലോ പട്ടികവർഗ കോളനിയിലോ അവിടുത്തെ ആളുകളോടൊപ്പം നടത്തുന്ന പരിപാടിയുടെ അതാണ് ഗാന്ധി ഗ്രാമം. അതിപ്പോൾ 17 വർഷമായി ഗാന്ധി ഗ്രാമം. 17ാമത്തെ വർഷം ഇത്തവണ കോഴിക്കോട് ജില്ലയിലാണ് നടത്തുന്നത്. ഇത്തവണ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് എല്ലാവരും ഉണ്ടെങ്കിൽ ഒരുമിച്ച്, ആഘോഷമൊന്നുമില്ല. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പരിപാടി അത് ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെ പോകും. സാറിൻ്റെ പേര് പറയുമ്പോൾ രമേശ് ചെന്നിത്തല എന്നുള്ള പേരാണല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പതിഞ്ഞെടുക്കുന്നത്. അതിന്റെ ഗ്രാമത്തിന്റെ പേരാണ്. അതെ അതെ. ഈ രമേശ് ചെന്നിത്തല സ്ഥലത്തിന്റെ പേര് എത്ര കാലം മുന്നേ കൂടിയതാണ്? ഏതാണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ളതാണ്, അപ്പോൾ വർഷങ്ങളായിട്ടുള്ളതാണ്. അതാരാ അങ്ങനെ ആദ്യമായിട്ട് രമേശ് ചെന്നിത്തല എന്ന് വിളിക്കുന്നത്? ആരാ? അത് നമ്മുടെ അവിടെ നാട്ടിലെ ആളുകളെല്ലാം കൂടി ചേർന്ന് അങ്ങനെ ഇട്ടതാണ്. രാഷ്ട്രീയ കേരളത്തിലേക്ക് വന്നപ്പോൾ അത് പെർമനന്റ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ രമേശ് ചെന്നിത്തല എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ഒരാൾ, അങ്ങനെ വല്ല വ്യക്തികളുണ്ടോ? അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും ആളുകൾ വിളിച്ചു തുടങ്ങിയതാണ്. ഈ ചെന്നിത്തല എന്ന് ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം, എനിക്ക് തോന്നുന്നു രമേശ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ചെന്നിത്തല എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ പത്രവാർത്തകളിൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ടെക്സ്റ്റിലൊക്കെ ചിലപ്പോൾ രമേശ് നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെന്നിത്തല എന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ കാണുമ്പോൾ സങ്കടം തോന്നും, അല്ലെങ്കിൽ എൻ്റെ പേര് മുഴുവൻ കൊടുക്കായിരുന്നു അങ്ങനെ തോന്നും, അല്ലെങ്കിൽ സന്തോഷം തോന്നും. നമ്മുടെ നാടിൻ്റെ പേര് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്താണ്. ചെന്നിത്തലയിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയാണ്? ഞാൻ വല്ലപ്പോഴേ പോകാറുള്ളൂ. ഞാൻ ഹരിപ്പാട് MLA കൂടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. വീട്ടിൽ ഒരു പയ്യനെ നിർത്തിയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകും. ആഘോഷമൊന്നുമില്ല, എല്ലാവരും ഇവിടെ വൈഫും കുട്ടികളും എല്ലാം ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെയായിരിക്കും. ശരി ശരി. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അതെ, ഇവിടെ നമ്മുടെ അടുത്തൊരാളുണ്ട് കേട്ടോ. ഒന്നും ചോദിക്കില്ല, അയ്യോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോടൊന്നും ചോദിക്കില്ലേ എന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ ഭർത്താവ്? എങ്ങനെയുണ്ട്? സ്ട്രിക്റ്റ് ആണോ? ഈ രാഷ്ട്രീയത്തിലെ പോലെയാണോ അതോ എങ്ങനെയാണ് വീട്ടിലാള്? സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഓക്കെ ഓക്കെ. ഈ പുള്ളിനെ മിസ് ചെയ്യാറുണ്ടോ? മീൻസ് രാഷ്ട്രീയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ മിസ് ചെയ്യാറുണ്ട്? ആഘോഷ പരിപാടികളിൽ കിട്ടാറില്ല. കംപ്ലൈന്റ് കേട്ടായിരുന്നോ ചെന്നിത്തലാജി? കംപ്ലൈന്റ് കേട്ടായിരുന്നു ആഘോഷ പരിപാടികളിൽ? ഇനിയിപ്പോ അങ്ങോട്ട് സഹിക്കുന്നല്ലേ? ആദ്യമൊക്കെ വിഷമായിരുന്നു, ഇപ്പൊ പിന്നെ അതൊക്കെ മാറിയല്ലേ? ഓക്കെ ഓക്കെ. സാറിന്റെ മകനും മരുമക്കളും നമുക്ക് കൂടെ ഉണ്ട്. അപ്പൊ അവരാരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫ്രെയിമിൽ അങ്ങനെ റെയർ ആയിട്ടാണ് വരുന്നത് തോന്നുന്നു. ഒന്ന് പരിചയപ്പെടാം. പേരെന്തായിരുന്നു? എൻ്റെ പേര് ശ്രീജ. എന്താ ചെയ്യുന്നേ? ഞാൻ ഡോക്ടറാണ്. ഇപ്പം MD പെത്തോളജി ഫൈനൽ ഇയർ ചെയ്യാം ശ്രീ മൂകാംബിക ഹോസ്പിറ്റലിൽ. അച്ഛനും അമ്മയും എങ്ങനെയുണ്ട് വീട്ടില്? വളരെ നല്ലതാണ്. അല്ല, ഇവരിക്കുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. അല്ലല്ല, വളരെ സപ്പോർട്ടീവാണ്. ഓക്കെ ഫൈൻ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജുനീറ്റ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇതേ ചോദ്യം ഞാൻ ആവർത്തിക്കാണ്. സത്യങ്ങൾ വെളിപ്പെടുത്തിക്കോളൂ. രാഷ്ട്രീയ കേരളം ഞെട്ടുന്നു. എങ്ങനെയുണ്ട്? നല്ല കുടുംബം. ഐ തിങ്ക് ഞാൻ ബ്ലെസ്ഡാ. ഇത്രയൊരു നല്ല കുടുംബം വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് സ്നേഹം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് മാറ്റം തോന്നി നിങ്ങൾക്ക്? ലൈഫ് ആകെ ഹറിബറി ആയി തോന്നിയോ, അല്ലെങ്കിൽ എന്ത് ഫീലാണ് ഉണ്ടായത്?
ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഫീലിംഗ് അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ലവ്, കെയർ, കമ്മിറ്റ്മെൻറ്റ്, പ്രൊട്ടക്ഷൻ, അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒരു ട്രാൻസിഷൻ ഒന്നും തോന്നിയിട്ടില്ല. ഒരു സത്യമായിട്ട് ഒരു ബ്ലെസ്സിങ് ആണ് ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, മകനുണ്ട്. ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് റമിത് എന്നാണ്. ഞാൻ ഇളയ മകനാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ചേട്ടനില്ല, രോഹിത്. അച്ഛൻ പറഞ്ഞ പോലെ ചേട്ടൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ കൂടാൻ സാധിച്ചില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരു കീഴ്വഴക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ മക്കൾ മിക്കവരും രാഷ്ട്രീയത്തിൽ വരാറുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തേക്ക് വരണം എന്ന് തോന്നിയിട്ടില്ല, എന്താണ്? ഇല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്തു. ചേട്ടൻ ഡോക്ടറാവാൻ തീരുമാനിച്ചു. ഞാനൊരു എൻജിനീയറാണ്. പക്ഷേ എൻജിനീയറിങ് കഴിഞ്ഞ് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം സിവിൽ സർവീസ് എഴുതാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ എഴുതി ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ IRSൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ ഇങ്ങനെ പൊതുപ്രവർത്തനത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒന്ന് പോവായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇൻഫാക്ട് അച്ഛനെ എപ്പോഴും പറയുന്നത് അങ്ങോട്ട് വരണ്ടെന്ന്. കാരണം അവിടെ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് കാണുന്നതല്ലേ. രാത്രി 12 മണിക്കൊക്കെ തിരിച്ചു വരത്തുള്ളൂ, രാവിലെ 5-6 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ അതുപോലത്തെ ഒരു ഹെക്ടിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നതാണ്. എന്തെങ്കിലും വിവാദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ വരുമ്പോൾ അച്ഛനിങ്ങനെ വിഷമിച്ചിരിക്കുന്നതോ മറ്റോ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പുള്ളി എപ്പോഴും ഓക്കെ ആവും, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്? എങ്ങനെയായിരുന്നു അങ്ങനെ? അച്ഛൻ പുറത്തെ വിഷമങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാറില്ല. വീട്ടിൽ കയറി കഴിഞ്ഞാൽ അച്ഛൻ കളി, തമാശ, പ്രത്യേകിച്ചും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട്, റോഹൻ ഉള്ളതുകൊണ്ട് വളരെ ജോളി ആയിട്ടായിരിക്കും വീട്ടിനുള്ളിൽ എപ്പോഴും. വീട്ടിൽ കയറുന്നതിന് മുമ്പ് റോഹന് വേണ്ടി ഒരു കളിപ്പാട്ടും ഇല്ലാതെ വീട്ടിലോട്ട് ഇവൻ കയറ്റത്തില്ല അച്ഛൻ. ആ രീതിയാണ് വീട്ടിലിപ്പോൾ. ഇപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് ആഘോഷം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അല്ല, ഞാൻ കോട്ടയത്ത് MP ആയിരിക്കുന്ന കാലത്ത് അന്നാണ് ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. വീട് മുഴുവൻ കേക്കായിരിക്കും, ആളുകൾ ഇങ്ങനെ കൊണ്ട് തരുന്ന കേക്കുകളായിരിക്കും. പിന്നെ ആ കേക്കുകൾ ഞാൻ മറ്റുള്ളവർക്ക്, അത് ഇത്രയും കേക്ക് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കോട്ടയത്ത് MP ആയിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ആഘോഷങ്ങൾ ഞാൻ നടത്തിയിട്ടുള്ളത്. എല്ലാവരും വരും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. ഞാൻ മാവേലിക്കരയിലും കോട്ടയത്തും MP ആയിരിക്കുന്ന കാലത്താണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ ഒരു ആഘോഷ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെനിക്ക് ധാരാളം ഒത്തിരി അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. തന്നെയല്ല, ഇന്ന് രാത്രി പാതിരാ കുർബാനയാണ്. പാതിരാ കുർബാന ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ വലിയ രസമാണ്. നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നതാണ്. രസം എന്നുള്ളതല്ല, അതൊരു ആധ്യാത്മികമായ കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ്. പിന്നെ ക്രിസ്മസ് ആഘോഷം അത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആ വിശുദ്ധമായ വാക്യം ഓർത്തുകൊണ്ട് എല്ലാവരും ആഘോഷിക്കുന്ന, ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. ഈ ചെന്നിത്തല സാറിനെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളല്ലേ? എപ്പോഴെങ്കിലും ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കെട്ടാൻ അവസരം ഉണ്ടായിട്ടില്ല. അവസരം ഉണ്ടായാൽ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ തൃശ്ശൂർ ബിഷപ്പ് ഈ പാവ ഇങ്ങനെ ഇത് വെച്ച് കെട്ടി എല്ലാവരും കൂടി ഒരു ആഘോഷമുണ്ട്. ഒരിക്കൽ ഞാനതിന് പോയപ്പോൾ അത് ആ തൊപ്പിയൊക്കെ അദ്ദേഹം താഴത്തെ പിതാവ് ഇങ്ങനെ വെച്ച് തന്നൊരു ഇതുണ്ട്. അതിൻ്റെ പ്രോഗ്രാമിനൊരു പേരുണ്ട് അദ്ദേഹത്തിൻ്റെ, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ പരിപാടി ഞാൻ പങ്കെടുത്തപ്പോൾ ഒരിക്കലും ഇങ്ങനെ തലയെ തൊപ്പിയൊക്കെ വെച്ച് തന്നത്. ഓക്കെ. ഒരു പേഴ്സണൽ ലൈഫിലെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രണയവിവാഹമായിരുന്നോ അതോ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിച്ചു തുടങ്ങിയതാണോ? എനിക്കായിരിക്കും എന്നോട് പ്രേമമായിരുന്നു. എനിക്ക് ആണോ? എനിക്ക് അത്ര ഇല്ലായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചതാണ്. പിന്നീട് കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയം തുടങ്ങി. ഓക്കെ. ഇപ്പം രാഷ്ട്രീയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, എന്താവും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും? നല്ല ഒരു അഭിഭാഷകനോ അധ്യാപകനോ വല്ലതും ആകുമായിരുന്നു. ഓക്കെ ഫൈൻ. ചെറുപ്പത്തിൽ അങ്ങനെ പഠിപ്പിക്കാനോ മറ്റോ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ട്യൂഷൻ? അതെ, അതൊക്കെ പോയിട്ടുണ്ട്. പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. സ്റ്റുഡൻസിനെയൊക്കെ കാണാറുണ്ടോ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ? ഉണ്ട്. ആ പഴയ സ്റ്റുഡൻസിനൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ സന്തോഷമാണ് അവരെ കാണുമ്പോൾ. ശരി. അപ്പം നേരത്തെ മകൻ പറഞ്ഞായിരുന്നു, എന്ത് സ്ട്രെസ്സായാലും അങ്ങനത്തെ പുറത്ത് എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷമങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവരില്ല പറയുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മക്കളിൽ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം അത് അവരുടെ വഴിയാണ്. അപ്പോൾ ഓരോരുത്തരും അവർ തിരഞ്ഞെടുക്കേണ്ട. അവരിപ്പം തിരഞ്ഞെടുത്തത് ഒരാൾ ഡോക്ടറാവാൻ, ഒരാൾ IRS എൻജിനീയറായിരുന്നു, പിന്നെ സിവിൽ സർവീസ് എഴുതി IRS കിട്ടി. അങ്ങനെ ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷൻ ഇൻകം ടാക്സ് ആയിട്ട് മംഗലാപുരത്ത് ജോലി ചെയ്യുന്നു. അവർക്ക് രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ അവർക്ക് വരാം, പക്ഷേ അത് അവരുടെ റിസ്കിലായിരിക്കണം. നമ്മുടെ പിന്തുണയോ സഹകരണമോ ഉണ്ടാവില്ല. അത്
ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് മികച്ചൊരു രാഷ്ട്രീയക്കാരനാണ്, മികച്ചൊരു അച്ഛനാണെന്ന് തെളിയിക്കുന്ന വാക്കുകളാണ്. ഇപ്പം രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കും, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അച്ഛൻ്റെ വഴിയാണോ ചിന്തിക്കുന്നത് അതോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ? അല്ല, അവരൊക്കെ ആ വഴി തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവം അല്ലാത്തത് കൊണ്ട് പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഇവരൊക്കെ ഉദ്യോഗസ്ഥന്മാരല്ലേ. ഒരാൾ IRS ആകുമ്പോൾ അയക്ക് രാഷ്ട്രീയമില്ല, പിന്നെ ഡോക്ടറാകുമ്പോൾ പിന്നെ പുള്ളിക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമാകാം. പക്ഷേ രണ്ടുപേർക്കും ഇതിനെപ്പറ്റിയൊക്കെ ധാരണയുണ്ട്. മൂത്ത മകൻ രോഹിത് നല്ല പുസ്തകം എഴുതും. അപ്പം അത് രോഹിത്തിൻ്റെ ഒരു പുസ്തകം ഇറക്കി ഈ അടുത്ത സമയത്ത്. പിന്നെ ഞങ്ങൾ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണശാലയുണ്ട്, ശ്രേഷ്ഠ ബുക്സ്. അതിൻ്റെ MD മൂത്ത മകനാണ്. അപ്പോൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ കാണുക, വായിക്കുക, ഇതൊക്കെ മൂത്ത മകൻ രോഹിത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല നിലയിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ശ്രേഷ്ഠ ബുക്സ്. ആണല്ലേ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇപ്പം എന്തെങ്കിലും നിലപാടുകൾ എടുക്കാറുണ്ടോ? മീൻസ് ഇപ്പം ഈ IRS എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന. അവർ രണ്ടുപേരും നിരീക്ഷിക്കുന്നുണ്ട്, അവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ, രാഷ്ട്രീയം അറിയാം, എല്ലാം അറിയാം. പക്ഷേ അവർ പറഞ്ഞോ വേണ്ടെന്നുള്ളത് ഞാനല്ലോ തീരുമാനിക്കേണ്ടത്, അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ടോ കുടുംബത്തിൽ? അങ്ങനെയൊന്നുമില്ല, അതിനുള്ള സമയം കിട്ടാറില്ല. ചോദിച്ചാലും ഞാൻ കൂടുതലൊന്നും പറയാറില്ല. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ള അവരെ കൂടെ അറിയിക്കുന്നു. നേരത്തെ ഭാര്യ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ ആഘോഷ പരിപാടിയിലൊക്കെ മിസ് ചെയ്യാറുണ്ട്, ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? അല്ല, നമുക്ക് കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം അതാണ്. കാരണം ജനങ്ങൾ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. MLA യോ MP യോ മന്ത്രിയോ ഒക്കെ ആയിരിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ നമ്മളിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അത് കുറച്ച് സഫർ ചെയ്യും ഫാമിലി, അത് സത്യമാണ്. എന്നാലും പരമാവധി നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. ഈ ഒഴിവ് സമയം വരികയാണെങ്കിൽ എങ്ങനെയാണ്? പാട്ട് കേൾക്കലാണോ, സിനിമ കാണലാണോ, എങ്ങനെയാ, അല്ലെങ്കിൽ വായിക്കലാണോ? ഇതെല്ലാം എല്ലാം ചെയ്യും. ഇടയ്ക്ക് സിനിമ കാണും. ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ പുസ്തകങ്ങൾ വായിക്കും. പുസ്തകങ്ങൾ ഞങ്ങളെല്ലാവരും വായിക്കുന്നതാണ്. സാർ എങ്ങനെയാ പൊളിറ്റിക്കൽ സറ്റയർ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? അത് കുരായണം കാണാറുണ്ട്. ഇടയ്ക്ക് നിർത്തി പറയണം, ഭയങ്കര സ്പീഡാണ്. ഇപ്പൊ ഞാൻ പറയണത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ചിലപ്പോ ചില ആൾക്കാർ ചോദിക്കട്ടോ, ഇങ്ങനെ കുറെ നേരം കേട്ടുന്നിട്ട് ഇനി ഇതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തരോന്ന് ചോദിക്കാം. അല്ല, കുട്ടി അത് കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആക്കണം. ശരി. കുരായണം കാണുമ്പോ എന്താ തോന്നാറ്? ഒരു ഭയങ്കര കുസൃതിക്കാരിയാണെന്ന് തോന്നാറുണ്ട്. ദേഷ്യം തോന്നിയിട്ടുണ്ട്? ഞാൻ ഒരു കയ്യകലം മാറിന്ന് ചോദിക്കട്ടെ. നമ്മളങ്ങനെ തമാശ പരിപാടികൾ നമ്മൾ ആസ്വദിക്കാനല്ലേ, മനഃപൂർവ്വം പറയുന്നൊന്നും അല്ലല്ലോ. ഇത് ഇപ്പം എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ കുരായണം മാത്രമല്ല, ഈ സറ്റയർ കാണും, ഏതെങ്കിലും ചാനലിലായാലും സറ്റയർ കാണുമ്പോൾ TV ഓഫ് ചെയ്ത് വെച്ച് അയ്യോ അങ്ങനെ ഞാൻ ആസ്വദിക്കാറുള്ള നമ്മളെ കളിയാക്കും, കാർട്ടൂൺ വരുമ്പോഴും ഒക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത് മാത്രമല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുമ്പം വിഷമം, എപ്പോഴെങ്കിലും വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്? പിന്നെ മനഃപൂർവ്വം ചില ആളുകൾ നമ്മളെ ആക്ഷേപിക്കാൻ പറയുമ്പം അത് വേണമായിരുന്നു എന്ന് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ രീതി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആൾ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നം എനിക്കും കിട്ടിയിട്ടുണ്ട്. കുരായണം തുടങ്ങിയ സമയത്ത് നല്ല സൈബർ അറ്റാക്ക് ആയിരുന്നു. അപ്പൊ അതൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, ഭാഗമാണ്. നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ശരി. അപ്പോൾ കുരായണം മാറ്റി നിർത്തി നമ്മൾ 24 മൊത്തത്തിലൊന്ന് വിലയിരുത്താണെങ്കിൽ, കാരണം ഞങ്ങൾക്ക് ഇപ്പം 5 വയസ്സായിട്ടുള്ള 24 നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ പരിപാടിയാണ് എനിക്കിഷ്ടം. നേരത്തെ അദ്ദേഹം വേറൊരു പരിപാടി നടത്തിയിരുന്നു, ഒരു കോമ്പറ്റീഷൻ, നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ പോലെ അല്ലേ, ഫ്ലവേഴ്സ്. അത് ഞങ്ങൾ കാണുമായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇപ്പം ഇല്ലെന്ന് തോന്നുന്നത്, അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അത് കാണുമായിരുന്നു. രാത്രിയാകുമ്പോൾ സമയം കിട്ടുമായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഈ ശ്രീകണ്ഠൻ നായരുടെ മോർണിംഗ് ഷോ കാണുമായിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണ്. ശ്രീകണ്ഠൻ നായരാണ് കേരളത്തിലെ ചാനലുകളിൽ ഒരു മാറ്റം വരുത്തിയ ഒരാൾ. മറ്റെല്ലാവരും ഇരുന്നുകൊണ്ട് പറയുമ്പോൾ അതൊക്കെ മാറ്റി മാറ്റങ്ങൾ വരുത്തിയ ഒരാളാണ് പുള്ളി. അദ്ദേഹം കുറെ കാലം മുമ്പത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സറ്റയർ എന്ന് പറയുന്നത് പത്രങ്ങളിലെ കാർട്ടൂണുകളായിരുന്നു. ഇപ്പൊ അത് ഒരു ഇലാബറേറ്റഡ് വേർഷൻ ആയിട്ട് സറ്റയർ പ്രോഗ്രാംസ് വരികയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് തോന്നിയിട്ടുള്ളത്? രണ്ടാണല്ലോ. കാർട്ടൂൺ പറഞ്ഞാൽ അത് എപ്പോഴും നിൽക്കുന്നതാണ്, മറ്റേതെങ്കിലും വന്നു പോകുന്നു എന്നുള്ളതാണ്. രണ്ടിനും അതിൻ്റേതായ ഗുണപരമായ പല കാര്യങ്ങളും കാർട്ടൂണിലൂടെ നമുക്ക് അറിയാൻ പറ്റും.
ഇപ്പം നമ്മളെ തന്നെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ വരും, നമ്മളെ തന്നെ വിമർശിച്ചുകൊണ്ട് ആളുകൾ തമാശ പരിപാടികൾ അവതരിപ്പിക്കും. അത് നമ്മളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്നതാണ്. പണ്ട് നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആൾ കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. അദ്ദേഹത്തെ പറ്റി വളരെ മോശമായ കാർട്ടൂൺ എഴുതുമ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ചായ കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള അവസരമാണ്. അതുകൊണ്ട് കാർട്ടൂൺ ഒരു വലിയ ലേഖനം എഴുതുന്നതിനേക്കാൾ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രസംഗത്തേക്കാൾ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നതാണ് ഇത്തരം പരിപാടികൾ. കാർട്ടൂണാണെങ്കിലും കൂരായണമാണെങ്കിലും ഗമ്മാണെങ്കിലും ഒക്കെ ജനങ്ങളിലേക്ക് എത്തുന്ന പരിപാടികളാണ്. നമ്മളിപ്പം രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഒരു വിഷയം വരുമ്പോൾ പല രീതിയിൽ പ്രതികരിച്ച് കണ്ടിട്ടുണ്ട്. ചിലപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കും. പക്ഷേ ചെന്നിത്തല സാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ മുഖഭാവമായിരിക്കും. അതായത് ദേഷ്യപ്പെടുന്ന ഒരു ചെന്നിത്തലേനെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇപ്പം കുടുംബത്തോടിനോട് ചോദിച്ചപ്പോഴും പൊതുവെ ശാന്ത സ്വഭാവമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം, എങ്ങനെയാണ് പൊതുവെ ശാന്ത സ്വഭാവമാണോ? അല്ല, നമ്മളങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. അവരവരുടെ കാര്യം ചെയ്യുന്നു, നമുക്ക് പറയേണ്ടത് നമ്മൾ പറയുന്നു. ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും വിവാദങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ മനുഷ്യന്മാരില്ലേ ദേഷ്യപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. കഴിയുന്നത്രയും ദേഷ്യപ്പെടാതെ നമുക്ക് പറയാനുള്ളത് പറയുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം കഴിയുന്നത്രയും ദേഷ്യപ്പെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണത്. ഇപ്പം സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കൂരായണത്തിൻ്റെ കാര്യം പറയുമ്പോൾ. ഞാൻ എപ്പോഴും വിമർശിക്കുന്ന ഒരാളാണ്. പിന്നെ മൊത്തത്തിൽ ഇതുപോലെ സറ്റയർ പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി ഇപ്പോഴും അത് സംസാരിക്കുമ്പോൾ ഭയങ്കര സൗഹൃദത്തോടെയാണ് സംസാരിക്കുന്നത്. നേരത്തെ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ വിമർശിക്കുന്ന ആളെ പിടിച്ച് ചായ കുടിച്ച ആളാണ്, അതുപോലെ ഞാനും ചായ കുടിച്ചു. അപ്പോൾ ഈ മാധ്യമങ്ങളോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനായിട്ട് അതെങ്ങനെ സാധിക്കുന്നു? അല്ല, മാധ്യമ പ്രവർത്തകരെ വളരെ പ്രധാനപ്പെട്ട ആളുകളല്ലേ. അവർ സമൂഹത്തിൽ വാർത്തകൾ എത്തിക്കുക, പരിപാടികൾ എത്തിക്കുന്നവരാണ്. അവരവരുടെ ജോലി ചെയ്യുന്നു. നമ്മൾ അവരോട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈരളിയോ അല്ലെങ്കിൽ അവരുടെ ചാനലുകളൊക്കെ ധാരാളം ചോദ്യം ചോദിക്കാറുണ്ട്. അത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. നമുക്ക് പറയാവുന്നത് അവരോട് തിരിച്ച് പറയുന്നു. അല്ലാതെ അവരോട് നമുക്ക് വിരോധത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൽ എപ്പോഴെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? അങ്ങനെയല്ലേ, അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒക്കെ മത്സരിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴൊക്കെ നിരാശ ചിലപ്പോൾ തോന്നും. പക്ഷേ അതല്ല ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ജനസേവനമാണ്. അത് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താൻ കഴിയണം. ആ ഒരു മനസ്സ് പാകപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കെന്ത് കിട്ടുന്നു അല്ലെങ്കിൽ എന്ത് സ്ഥാനം കിട്ടുന്നു എന്നുള്ളതിനുപരിയായി സ്ഥാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ജനങ്ങളോട് അടുത്ത് പെരുമാറുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരനുള്ളൊരു പൊതുപ്രവർത്തകൻ്റെ ചുമതല. ആ ചുമതല നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിറവേറ്റുമ്പോഴാണ് നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നത്. ആ ആത്മസംതൃപ്തി വേണ്ടുവോളം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ സന്തോഷിക്കുകയും ഇല്ലാത്തപ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ജനങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അവരുടെ മുഖത്ത് വിടരുന്ന ഒരു പുഞ്ചിരിയാണ് നമുക്ക് നൽകുന്ന സന്തോഷം. ഈ രാഷ്ട്രീയത്തിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ശത്രുക്കളുണ്ട് എന്ന് തോന്നിയിട്ടില്ല, അങ്ങനെയാണോ? ശത്രുക്കളുണ്ടാവും. കാരണം സ്വാഭാവികമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് എതിരാളികൾ ശത്രുക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരോട് അങ്ങനെ ശത്രുതയൊന്നും ഞാൻ വെച്ച് പുലർത്താറില്ല. ആരെങ്കിലും ഒരാൾ ശത്രുവാണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മിത്രമാകും. ഞാൻ അങ്ങനെ അത് വൈരാഗ്യമൊന്നും വെച്ച് പുലർത്താറില്ല. രാഷ്ട്രീയത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ആഗ്രഹിച്ച എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊരു പരിഭവം ഉണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? അതൊക്കെ നമ്മളിപ്പോൾ ഇന്ന ദിവസം ഇന്നതാവണമെന്ന് ആഗ്രഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളല്ല. അതിനിടയിൽ വന്ന് കിട്ടുന്ന സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, 24 hours ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക. ഇതാണ് എൻ്റെ ഒരു ശൈലി. ഭയങ്കര തിരക്കിലാണെന്നറിയാം. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകരോട് ക്രിസ്മസിലൂടെ എന്ത് സന്ദേശമാണ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക്? എനിക്ക് നൽകാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്നേഹവും പരസ്പര വിശ്വാസവും ഐക്യവും ഊട്ടിയുറപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ് ക്രിസ്മസ് നൽകുന്നത്. യേശുദേവൻ്റെ ജന്മത്തോടെ ലോകത്തിൽ തന്നെ മാറ്റമുണ്ടായി, വലിയ മാറ്റമുണ്ടായി. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര യോജിപ്പിൻ്റെയും ഒക്കെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. അത് ലോകത്തെ തന്നെ ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെ സന്ദേശം പടർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. വിദ്വേഷമല്ല, സ്നേഹമാണ് വലുത് എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം.
അപ്പോൾ ഈ തിരക്ക് പിടിച്ച ദിവസമാണ്, ഇവരെല്ലാവരും ഭയങ്കര ആഘോഷത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ രമേശ് ചെന്നിത്തലേനെ ഒട്ടുമിക്ക ദിവസവും കാണും, ബൈറ്റ് തരാനും പ്രസ് മീറ്റിനൊക്കെ ആയിട്ട് ഒട്ടുമിക്ക ദിവസവും കാണും. പക്ഷേ ഈ കുടുംബത്തോടൊപ്പം ഒരു ഫ്രെയിമിൽ വരുന്നത് വളരെ റെയറായിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമുക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്തു, വിശേഷങ്ങൾ പങ്കുവച്ചു. ഒരുപാട് സന്തോഷം. ഇല്ലെന്നൊരു വിഷമമുള്ള അതെ, മൂത്ത മകനില്ല ഈ ഫ്രെയിമിൽ. അപ്പം മൂത്ത മകൻ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. മെറി ക്രിസ്മസ്. താങ്ക് യു.